രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് നിർണായകം. രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധിയുടൻ. MLA ഇപ്പോഴും ഒളിവിൽ. അതിജീവിതയെ അപമാനിച്ച കേസിൽ സന്ദീപ് വാര്യരെ 15 വരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പ്രോസിക്യൂഷൻ. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 7 വടക്കൻ ജില്ലകൾ നിശബ്ദ പ്രചാരണത്തിൽ. വോട്ടുറപ്പിച്ച സ്ഥാനാർത്ഥികൾ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുന്നു. വോട്ടെണ്ണൽ 13-ന്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഭരണം തുടരുമെന്ന് വി ശിവൻകുട്ടി. നേമത്ത് BJPയുടെ അക്കൌണ്ട് പൂട്ടിയത് സ്ഥിരമായിട്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി. കിഴക്കമ്പലത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് സാബു M. ജേക്കബ്. സാബു നുണകളുടെ രാജകുമാരനെന്ന് PV ശ്രീനിജൻ. VC നിയമന തർക്കത്തിൽ അനുനയ നീക്കം പാളി. മന്ത്രിമാർ ഗവർണറുമായി നടത്തിയ ചർച്ചയിൽ സമവായമായില്ല. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി എത്താത്തത് എന്തുകൊണ്ടെന്ന് മന്ത്രിമാരോട് ഗവർണർ. താൻ നിശ്ചയിച്ചവർ യോഗ്യരെന്ന് ഉറപ്പിച്ചും രാജേന്ദ്ര അർലേക്കർ. ചർച്ച തുടരുമെന്ന് P. രാജീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് മാറ്റി. നിർണായക വിവരങ്ങൾ തന്നോട് പങ്കുവച്ചത് ഒരു വ്യവസായി എന്ന് ചെന്നിത്തല. രഹസ്യമൊഴി നൽകാൻ അയാൾ തയ്യാർ. ഞാനത് വിശദമായി അയാളോട് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നി അത് SIT അറിയിക്കേണ്ടത് ആവശ്യമാണ്. അവർ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ അത് ഞാൻ അറിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതുന്നു. രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ പരിഗണിക്കുന്നത് വിജിലൻസ് കോടതി മാറ്റി. മലയാറ്റൂരിൽ 19-കാരിയുടെ മരണം കൊലപാതകം. ആൺ സുഹൃത്ത് അറസ്റ്റിൽ. പ്രതി കുറ്റം സമ്മതിച്ചു. കൊലപാതകം മദ്യലഹരിയിൽ. തലയിൽ കല്ലുകൊണ്ട് മർദ്ദിച്ച പാടുകൾ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകം. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉടൻ തന്നെ വിധി പറയും. 23-കാരിയെ നേരിൽ കണ്ട് രേഖപ്പെടുത്തിയ മൊഴി പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ പരാതിയും രാഷ്ട്രീയ പ്രേരിതമെന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കി. TG സജിത്ത് വിവരങ്ങളുമായി ചേർന്നു. സജിത്ത്, മുൻകൂർ ജാമ്യാപേക്ഷകളിലടക്കം ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പരാതി കൂടുതൽ ഗൗരവതരമാകുന്നു. കൃത്യമായ ബലാത്സംഗമാണ് നടന്നത് എന്നുള്ള മൊഴി കൂടി പുറത്തു വരുമ്പോൾ അതേത് തരത്തിലാണ്? പ്രതിഭാഗം രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളൊരു വാദം മാത്രമാണോ ഉന്നയിച്ചിരിക്കുന്നത്? മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത, അതോ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത? ഏത് തരത്തിൽ കാണുന്നു നിയമവൃത്തങ്ങൾ? അപർണ, രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം രാഹുൽ ഉന്നയിച്ചതിന് ശേഷമാണ് പ്രോസിക്യൂഷൻ പുതിയ തെളിവുകളും മൊഴിയുടെ വിശദാംശങ്ങളും കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ജാമ്യ ഹർജിയിൽ അന്തിമ തീർപ്പ് കോടതി കൽപ്പിക്കുക. രാവിലെ തന്നെ കേസ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അത് നീണ്ടുപോവുകയാണ്. 36ാമത് നമ്പറായിട്ടാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഇതിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നാണ് കരുതുന്നത്. എന്തായാലും ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ജാമ്യ ഹർജിയിൽ ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി തീർപ്പ് കൽപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ്. കാരണം ആദ്യ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിന്റെ ജാമ്യ ഹർജിയിൽ അന്തിമ തീർപ്പായിട്ടില്ല. രണ്ടാമത്തെ കേസ് ഇതാ ജാമ്യ ഹർജി സെഷൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ തീരുമാനം വരുമ്പോൾ രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ അതല്ലേ കീഴടങ്ങലോ എന്ന സ്വാഭാവിക ചോദ്യം ഉയരുന്നു. നോക്കൂ, 10 ദിവസത്തിലധികമായി രാഹുൽ ഇപ്പോഴും ഒളിവിലാണ്. അതിനുശേഷമാണ് ഇതിൽ തീരുമാനം പറയാൻ പോകുന്നത്. നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഇതിനു മുമ്പായി ഇത്തരമൊരു നീക്കമുണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാഹുൽ ഇപ്പോഴും ഒളിവിലാണ്, തങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല എന്നതാണ് പോലീസിന്റെ വാദം. പക്ഷേ ഇന്ന് കോടതിയിൽ നിന്നും രാഹുലിന് തിരിച്ചടിയുണ്ടായാൽ പെട്ടെന്നുള്ള ഒരു പോലീസിന്റെ നീക്കമുണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ ജാമ്യ ഹർജിയിൽ വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സജിത്ത്, അതോടൊപ്പം തന്നെ ഇതിനൊപ്പം രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്ന സാഹചര്യം
രാഹുൽ ഈശ്വർ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൽ കുറ്റബോധമില്ല എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ദിലീപ് വിഷയത്തിലുള്ള പ്രതികരണം സ്വാഭാവികമായിട്ട് നിലപാടിൽ മാറ്റമില്ല എന്ന് രാഹുൽ പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പം മുൻപ് നടത്തിയ പ്രസ്താവനകളിലൊക്കെ പുറത്തിറങ്ങാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണോ രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകർക്കുമുള്ളത്? രാഹുൽ ഈശ്വറിനെ പുറത്തിറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. രാഹുൽ ഈശ്വറിനെ അല്പസമയം മുമ്പാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. രാവിലെ ജയിലിൽ നിന്നും മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കി ആണ് ഇപ്പോൾ ജയിലിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. നേരത്തെ തന്നെ ജാമ്യം കിട്ടേണ്ടിയിരുന്നതാണ്. പക്ഷേ ചില നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നു. ഒപ്പം തന്നെ ചില രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് അത് നീണ്ടുപോയത്. എന്തായാലും ഇന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ ഉള്ളത്. കഴിഞ്ഞ ദിവസം തന്റെ കക്ഷിക്ക് ചില വീഴ്ച പറ്റിയെന്ന കാര്യം അഭിഭാഷകൻ തന്നെ കോടതിയിൽ സമീപിക്കുന്ന കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ നടപടിക്രമങ്ങളും നിർണായകമാണ് രാഹുൽ ഈശ്വരെ സംബന്ധിച്ച്. റൈറ്റ്, ടി ജി സജിത്ത് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രണ്ടാമത്തെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. അത് ഏറെ നിർണായകമായി മാറുന്നു. മുൻകൂർ ജാമ്യം കിട്ടുമോ അതോ അറസ്റ്റിലേക്ക് നയിക്കുമോ കാര്യങ്ങൾ എന്നുള്ളത് ഉറ്റുനോക്കുന്നു. ഒപ്പം രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. രാഹുലിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗത്തിന് പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്ക് ആശ്വസിക്കാനുള്ള വക. ഈ മാസം 15 വരെ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ്. ഈ മാസം 15-ന് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. കേരളം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലാണ് വിധിയെഴുത്ത്. മലപ്പുറത്തിനും വയനാടിനും പുറമെ മറ്റ് ജില്ലകളിലും മികച്ച പ്രകടനം ഇത്തവണ ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷ വയ്ക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ ആധിപത്യം തുടരാനാകുമെന്ന കണക്കുകൂട്ടലാണ് LDF. സംസ്ഥാനത്ത് UDFന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരും നാളെയാണ് വിധിയെഴുത്ത്. മുഖ്യമന്ത്രിയുടെയും KPCC പ്രസിഡന്റിന്റെയും സ്വന്തം ജില്ല ഇത്തവണ വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. കാസർഗോഡ് നിന്ന് KV ബൈജുവും CV അനുമോദ് മലപ്പുറത്ത് നിന്നും ചേരുന്നു. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, 2 മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ശക്തി കേന്ദ്രങ്ങളെന്ന് വിളിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ കൂടി ഉള്ളിടത്താണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ടത്തിന്റെ പ്രത്യേകത അത് LDFനും UDFനും സംബന്ധിച്ചിടത്തോളം വളരെ ഷുവറായിട്ടുള്ള ചില ശക്തി കേന്ദ്രങ്ങൾ ഏത് കാറ്റത്തും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറുകയും ചെയ്തു. എത്രത്തോളം വലിയ പ്രതീക്ഷ കണ്ണൂരുമായി ബന്ധപ്പെട്ടും ഒപ്പം കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട മുന്നണികൾ ഒപ്പം BJPയും ഏത് തരത്തിലുള്ള പ്രതീക്ഷയാണ് വെക്കുന്നത്? തീർച്ചയായും അപർണ, കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDFും LDFും നേർക്ക് നേരുള്ള പോരാട്ടം എന്ന് പറയേണ്ടി വരും. ഇതിലൊരു വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ പൊതുവെ LDFനാണ് ആധിപത്യമെങ്കിലും നഗരപ്രദേശം, അതായത് ഈ കോർപ്പറേഷൻ ഈ UDFന്റെ കയ്യിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേസമയം ഗ്രാമസഭകളും അതുപോലെ തന്നെ നഗരസഭയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം LDFനാണ് ഭൂരിപക്ഷം. പക്ഷേ കോർപ്പറേഷനിലാണ് അഭിമാന പോരാട്ടം നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ ഏക കോർപ്പറേഷനാണ് കണ്ണൂരേത്. അത് വിട്ടുകളയാൻ ഏതായാലും UDFന് കഴിയില്ല. അത്രത്തോളം ശക്തമായ മത്സരം നടക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഒരുപാട് വിമതന്മാർ ഇത്തവണ ഈ കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് PK രാഗേഷ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട PK രാഗേഷിന്റെ പാർട്ടി 12ഓളം ഇടത്താണ് മത്സരിക്കുന്നത്. അങ്ങനെ വലിയ വെല്ലുവിളി ഈ പ്രാവശ്യം ഉണ്ടെങ്കിലും നിലനിർത്താനാകുമെന്ന് തന്നെയാണ് UDF കണക്കൂട്ടൽ.
അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിൽ LDF-ന് മൃഗീയ ഭൂരിപക്ഷമുണ്ടെങ്കിലും PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞ സംഭവം, അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായത് ഏത് തരത്തിൽ പ്രതിഫലിക്കും, UDF-ന് കൂടുതൽ സീറ്റുകൾ കിട്ടുമോ എന്നതൊക്കെയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ആകെ ഈ കോർപ്പറേഷനിൽ ഒരു സീറ്റ്, മറ്റെവിടെയും BJP-ക്ക് അത്തരത്തിൽ ഭരണം പിടിക്കാനൊന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് UDF-ഉം LDF-ഉം നേർക്കുനേറുള്ള പോരാട്ടമാണ് കണ്ണൂരിൽ നടക്കുന്നതെന്ന് പറയണം. നഗരസഭകളിൽ 8-ൽ 5-ഉം LDF-നാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതുപോലെ തന്നെ 11-ൽ 10-ഉം LDF-നാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ 71-ൽ 56-ഉം LDF-നാണ്. അങ്ങനെ ഈ നഗരപ്രദേശം ഒഴിച്ചു വെച്ചാൽ ഗ്രാമപ്രദേശങ്ങളെല്ലാം LDF-ന്റെ മേൽക്കൈയുള്ള സ്ഥലം തന്നെയാണ്. നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റൊക്കെ ഉള്ള തട്ടകം വാശിയേറിയ ഒരു പോരാട്ടത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലും സമാനമാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, പലയിടങ്ങളിലും ത്രികോണ മത്സരം എന്നതാണ്. BJP ശക്തമായ സാന്നിധ്യമായി ഉണ്ട്, പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ. ഏതായാലും ജില്ലാ പഞ്ചായത്തിലെ മത്സരമാണ് വാശിയേറിയ ഒരു മത്സരം നടക്കുന്നത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി LDF ഭരണം നിലനിർത്തിയ ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ UDF പിടിച്ചെടുക്കുമോ, അതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം നഗരസഭ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് നഗരസഭയിലാണ് BJP 2-ാം സ്ഥാനത്തുള്ളത്. 6 സീറ്റിന്റെ വ്യത്യാസമാണ്. അവിടെ 6ഓളം വിമതരാണ് ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ തോതിലുള്ളൊരു മാറ്റമുണ്ടാകുമെന്നാണ് പ്രധാനം. ഏതായാലും നീലേശ്വരമായാലും കാഞ്ഞങ്ങാട് നഗരസഭയായാലും LDF-ന്റെ കയ്യിലാണ്. അത് LDF-ന് തന്നെ നിലനിർത്താനാകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. ഏതായാലും നിശബ്ദ പ്രചരണം തുടരുകയാണ്. അവസാന വോട്ടർമാരെയും കാണാനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. എന്തായാലും വളരെ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. അപർണ. KV ബൈജു വിവരങ്ങൾ നൽകിയതൊപ്പം CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേർന്ന്. അനുമോദ്, മലപ്പുറം വയനാട് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ പ്രത്യേകിച്ച് അത് UDF-ന് കൂടുതൽ പ്രതീക്ഷകളുള്ള സ്ഥലങ്ങൾ കൂടി ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലൊക്കെയാണ് രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷ? ഒപ്പം NDA പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ ഈ ജില്ലകളുമായി ബന്ധപ്പെട്ട്? അപർണ, മലപ്പുറം പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിനും UDF-നേക്കാൾ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് BJP പാലക്കാട് നഗരസഭയിലാണ്. നഗരസഭ 2 വർഷമായിട്ട് BJP-യാണ് ഭരിക്കുന്നത്. പക്ഷേ ഇത്തവണ BJP-ക്കുള്ളിലെ തന്നെ തർക്കങ്ങൾ, അന്തഛിദ്രങ്ങളൊക്കെ അവർക്ക് വെല്ലുവിളിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ കണ്ടതാണ് കൃഷ്ണകുമാർ പക്ഷവും മറുപക്ഷവും ഒക്കെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യം. അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരേക്കും ഏറെ കലുഷിതമായ സാഹചര്യമായിരുന്നു BJP-ക്ക് പാലക്കാട് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം വരികയും രാഹുൽ മാങ്കൂട്ടത്തിനുള്ളിൽ പോവുകയും ചെയ്യുകയും അത് UDF-നെതിരെ വലിയൊരു പ്രചരണ വിഷയമാക്കി BJP-യും ഇടതുപക്ഷവും ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ 2 വിവാദങ്ങളും ഒരുപക്ഷെ LDF-ന് അനുകൂലമായൊരു സാഹചര്യം തീർക്കുന്ന പ്രതീക്ഷയാണ് LDF-നുള്ളത്. പാലക്കാട് നഗരസഭയിൽ നിലവിൽ BJP-ക്കും UDF-നും പിന്നിലാണ് LDF എങ്കിലും ഈ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാകുന്ന ഒരു കണക്കൂട്ടൽ LDF-നെ സംബന്ധിച്ചുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണാർക്കാടിലേക്ക് വരികയാണെങ്കിൽ മണ്ണാർക്കാട് UDF-ന് വലിയൊരു വെല്ലുവിളി LDF തീർത്തിരുന്നു. പക്ഷേ അവിടെ PK ശശിയുടെ ഒപ്പമുള്ളവർ അവിടെ മത്സരിക്കുന്ന സാഹചര്യം അത് LDF-ന് വലിയ തലവേദനയായി തീർക്കുന്ന തലവേദന അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. UDF-ന് അനുകൂലമായൊരു സാഹചര്യം അവിടെയും ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടലാണുള്ളത്. പാലക്കാടിന് പുറമെ മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് നമുക്കറിയാം UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുള്ള മേഖലയാണ്. ഒരു മേധാവിത്വം, ഉറച്ച കോട്ട എന്നൊക്കെ പറയാവുന്ന സാഹചര്യമാണ് മലപ്പുറത്തുള്ളത്. മലപ്പുറത്ത് മിക്ക നഗരസഭകൾ 12-ൽ 9-ഉം UDF-ന്റെ ഒപ്പമാണ്. അതുപോലെ 94 പഞ്ചായത്തിൽ 70-ലും UDF-ആണുള്ളത്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ ഈ കഴിഞ്ഞ തവണ 32-ൽ 27-ഉം UDF-നായിരുന്നു. അങ്ങനെ ആത്മവിശ്വാസമാണ് UDF-ന് ഏറെ ഇവിടെയുള്ളത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ലീഗ് കോൺഗ്രസ് ഭിന്നത ഇവിടെ കുറവാണ് എന്നതും UDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പൊന്മുണ്ട മാത്രമാണ് ഇതിന് ഒരു അപവാദമായിട്ട് നിലനിൽക്കുന്നത്. അവിടെ ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നുണ്ട്. അവിടെ ലീഗിനെതിരെ കോൺഗ്രസ് ജനകീയ മുന്നണിയായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാണ് മത്സരിക്കുന്നത്. മറ്റെവിടെയും കാര്യമായ തലവേദനയില്ല എന്നതാണ് UDF-നെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ LDF-നെ സംബന്ധിച്ച് UDF-നൊപ്പം ജമാഅത്തെ ഇസ്ലാമി ചേർന്നതാണ് അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണ വിഷയമാക്കിയത്. മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പലയിടത്തും ഇടതുപക്ഷവുമായി സഹകരിച്ചവർ ഇന്ന് UDF-നൊപ്പം സഹകരിക്കുമ്പോൾ എന്തിന് അതിനെ തൊട്ടുകൂടായ്മയായി കാണുന്നു എന്ന ചോദ്യമാണ് UDF പകരം മറുചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഈ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു പ്രചരണത്തെ ജനം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ടറിയേണ്ട ഒന്നാണ്. എന്നാണെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചികയായി
കൂടിയായിട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ UDF വിലയിരുത്തുന്നുണ്ട്. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം, ഭരണവിരുദ്ധ വികാരം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മുസ്ലിം ലീഗ് പങ്കുവയ്ക്കുന്നത്. ശബരിമല വിവാദവും അതുപോലെ തന്നെ PM ശ്രീ വിവാദവും തുടങ്ങി ഈ പല കാര്യങ്ങൾ സർക്കാരിനെതിരെയായിട്ട് ഈ സമയത്ത് നിലവിലുള്ളത് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തീർക്കുമെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ളവർ കണക്കാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ജമായത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം മലബാറിൽ എത്രമാത്രം ഗുണം ചെയ്യുമെന്നതും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ തന്നെ UDFനെ സംബന്ധിച്ച് വലിയൊരു മേൽക്കൈ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. മറുവശത്ത് LDF ആകട്ടെ സർക്കാരിൻ്റെ പദ്ധതികളും ജനക്ഷേമ പദ്ധതികളുടെ മറപിടിച്ച് തന്നെയാണ് പ്രചാരണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ വെൽഫെയർ സഖ്യത്തെയും ഈ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വിഷയങ്ങളെയും സർക്കാർ UDFനെ പ്രതിരോധിക്കാൻ വലിയ തോതിൽ തന്നെ പ്രധാന വിഷയമാക്കിയിട്ടുമുണ്ട്. ബൈജുവും ഒപ്പം CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടിക്കലാശത്തിൽ മാരകായുധവുമായി UDF പ്രവർത്തകർ. മലപ്പുറം തെന്നലയിലാണ് കുട്ടിക്കലാശത്തിനിടെ മരം മുറിക്കുന്ന വാളും യന്ത്രവും പ്രവർത്തിപ്പിച്ചത്. കുട്ടികളടക്കം നിരവധി ആളുകൾക്കിടയിലാണ് വാളും യന്ത്രവും അപകടകരമായി ഉപയോഗിച്ചത്. പരാതി നൽകുമെന്ന് CPM അറിയിച്ചു. CV അനുമോദ് വീണ്ടും നമുക്കൊപ്പം. അനുമോദ്, ആ ദൃശ്യങ്ങൾ തന്നെ ചെറിയ കുട്ടിയൊക്കെ നിൽക്കുന്നത് കാണുന്ന ഒരു സാഹചര്യം. പരാതിയിലേക്ക് നീങ്ങുകയാണോ CPM? ഇന്നലെ കൊട്ടിക്കലാശത്തിന് സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. തെന്നല പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് ഈ ഒരു മരം മുറിക്കുന്ന യന്ത്രം കൊട്ടിക്കലാശ സമയത്ത് UDF പ്രവർത്തകർ കൊണ്ടുവന്നത്. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് ഇത് പ്രവർത്തിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു മരം മുറിക്കുന്ന യന്ത്രം ഈ കൊട്ടിക്കലാശ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. ഇതിൽ മൂർച്ചയേറിയ ബ്ലേഡിൻ്റെ ഒപ്പമുള്ള ചങ്ങല ഒഴിവാക്കിയാണ്, അതുകൊണ്ട് ശബ്ദം മാത്രമേ വരികയുള്ളൂ എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഒരു കുട്ടിയുടെ അടുത്ത് നിന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. വളരെ അപകടകരമായ ഒരു സാഹചര്യം. ആർക്ക് വേണമെങ്കിലും എപ്പോഴും ഈ ഒരു മാരകായുധം കൊണ്ട് മുറിവേൽക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏറെ ഭീതിതമായ സാഹചര്യമായിരുന്നു അത് ഈ ഒരു യന്ത്രം കൊണ്ട് പ്രചരണത്തിനെത്തിയപ്പോൾ അവിടെ ഉണ്ടായത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഈ ദൃശ്യങ്ങളടക്കം പോലീസിൽ ഹാജരാക്കാനാണ് CPMൻ്റെ നീക്കമുള്ളത്. ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നാണ് CPMൻ്റെ പ്രാദേശിക നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ശബ്ദമുണ്ടാക്കാനാണെങ്കിലും ആവേശമുണ്ടാക്കാനാണെങ്കിലും ജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഈ ആയുധങ്ങൾ, അതും ഈ ഒരു ആൾത്തിരക്കിനിടയിൽ ഒട്ടും സുരക്ഷയില്ലാത്ത സാഹചര്യത്തിൽ കൊണ്ടുവന്നത് വലിയ തോതിൽ തന്നെ വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് UDFനുള്ളിൽ തന്നെ അത്തരത്തിലൊരു നീക്കത്തിനെതിരെ വിമർശനവും ഉയർന്നിട്ടുണ്ട്. അപർണ, അനുമോദ വിവരങ്ങൾ നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലിൽ ആശങ്കയ്ക്കും ഇടം നൽകുന്നുണ്ട്. 7 ജില്ലകളിലായി 70.9% വോട്ടുകളെ രേഖപ്പെടുത്തിയപ്പോൾ ഏറ്റവും ഉയർന്ന പോളിംഗ് എറണാകുളത്തും കുറവ് തിരുവനന്തപുരത്തും. തിരുവനന്തപുരം കോർപ്പറേഷന് 50-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് CPM പ്രതീക്ഷിക്കുമ്പോൾ ഭരണം പിടിക്കുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. 20-ന് മുകളിൽ സീറ്റുകൾ ഉറപ്പെന്ന് UDFും ആത്മവിശ്വാസം പ്രകടമാണ്. വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് വലിയ ആശങ്ക ഉണ്ടാക്കുമ്പോഴും തിരുവനന്തപുരം നഗരസഭാ ഭരണം സംബന്ധിച്ച് 3 മുന്നണികളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഏത് വിപരീത സാഹചര്യത്തിലും 50-ൽ കുറയാത്ത വാർഡുകൾ വിജയിക്കാനാകുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. അതൊരു പക്ഷേ 60-ന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ലെന്നും CPM പറയുന്നു. BJPയുടെ സിറ്റിംഗ് വാർഡുകൾ പോലും പലതും നഷ്ടപ്പെടും. 10 വാർഡുകളെങ്കിലും BJP കുറയുമെന്നൊരു കണക്കാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. വലിയ മുന്നേറ്റം ഇത്തവണയും ഉണ്ടാക്കാനാകും. വളരെ സുഗമമായി നഗരഭരണം തുറന്നു കൊണ്ടുപോകാമെന്ന ഒരു വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. ജില്ലയിൽ പൊതുവിലും മികച്ച വിജയം CPM ഇക്കുറിയും കണക്കുകൂട്ടുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകും. പഞ്ചായത്തിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ എൻ്റെ എണ്ണത്തിൽ നേരിയ വർധനവ് ഉണ്ടാകും.
ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നൊരു പ്രതീക്ഷയാണ് BJP കേന്ദ്രങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പങ്കുവയ്ക്കുന്നത്. 40 മുതൽ 50 വരെ സീറ്റുകൾ അനായാസം ലഭിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. സാഹചര്യങ്ങൾ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായെങ്കിൽ അതും കടന്നുള്ള മുന്നേറ്റം ഉണ്ടാകും. ഏത് സാഹചര്യത്തിലും BJPയുടെ മേയർ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ ഇപ്പോഴും അവകാശവാദമായി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാന സ്ഥാനാർത്ഥികളൊക്കെ ജയിക്കും. അത് ശാസ്തമംഗലത്ത് ശ്രീലേഖയും കൊടുങ്ങാനൂരിൽ VV രാജേഷും അടക്കമുള്ള പ്രധാനികളൊക്കെ ജയിച്ചു വരുമെന്ന് തന്നെ അവർ കണക്കുകൂട്ടുന്നു. നേമം വാർഡിന്റെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും തിരുമലാനിന്റെയും അതുപോലെ തന്നെ ആനന്ദ് കെ തമ്പിയുടെയും മരണമൊന്നും വാദിച്ചിട്ടില്ല. അതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസവും ഈ ഘട്ടത്തിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റി ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയമൊക്കെ തന്നെ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് ഭരണത്തിലെത്തണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. 5 ഇരട്ടിയിലേറെ സീറ്റുകൾ വേണം. കോൺഗ്രസിന് നഗരഭരണം കൈയാളണമെങ്കിൽ അത് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിൽ നേതാക്കൾ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ നേരത്തെ ഉണ്ടായതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ സീറ്റുകൾ നേടി ഒറ്റകക്ഷിയായേക്കാമെന്നൊരു പ്രതീക്ഷയാണ് DCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് പങ്കുവച്ചത്. ഇത്തവണ വളരെ നല്ല റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല റിസൾട്ട്. ഞങ്ങൾ ഭരണത്തിൽ വരും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും മുന്നണികൾക്കുള്ളിൽ ഈ കണക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന ആശങ്കയുണ്ട്. കോൺഗ്രസ് നേട്ടമുണ്ടായാൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് BJPയും CPMഉം ഒരുപോലെ പറയുന്നു. കോൺഗ്രസ് ആകട്ടെ ഏത് സാഹചര്യത്തിലും കഴിഞ്ഞ തവണത്തേതിൽ നിന്നും മെച്ചപ്പെട്ട വിജയമുണ്ടാകുമെന്ന് അവർ ഉറപ്പിക്കുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമത്തിൽ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. നാളെ രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി. TG സജിത്ത് ചേർന്നു. സജിത്ത്, വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് രാഹുൽ ഈശ്വർ കോടതിയിലേക്ക് വരികയും ചെയ്തത്. ഏത് തരത്തിൽ കോടതി ഈ കേസിനെ കാണുന്നു ഇപ്പോഴും എന്നുള്ള വിവരമാണ് നമുക്ക് പറയാൻ കഴിയുക? അപർണ, കസ്റ്റഡിയിൽ നാളെ രാവിലെ 11 വരെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിടുന്നത്. തെളിവെടുപ്പ്, മറ്റു ചില പ്രധാനപ്പെട്ട തെളിവുകളുടെ കണ്ടെത്തൽ, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ നിലപാടെടുത്തത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് നാളെ രാവിലെ 11 വരെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും രാഹുൽ ഈശ്വറെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. അതിനുശേഷം ഒരുപക്ഷെ ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവാം. ഇതുവരെ ജയിലിലായിരുന്നു രാഹുൽ ഈശ്വർ. അതിനുശേഷമാണിപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിക്കുകയും ചെയ്തത്. എന്തായാലും ഇത് സംബന്ധിച്ച ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി ശേഖരിക്കാനുണ്ട്. ലാപ്ടോപ്പിൻ അടക്കമുള്ള മറ്റു ചില വിവരങ്ങൾ കൂടി പിടിച്ചെടുക്കാനുണ്ട്. ഇതിന്റെ ആവശ്യത്തിനാണ് കസ്റ്റഡി ആവശ്യം പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ രാഹുലിന്റെ അഭിഭാഷകൻ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു. നാളെ 11 വരെ രാഹുൽ ഈശ്വർ പോലീസിന്റെ കസ്റ്റഡി. സജിത്ത്, നേരത്തെ പറഞ്ഞില്ലേ ഈ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് കൊടുത്ത് സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് വന്നതാണല്ലോ. സ്വാഭാവികമായിട്ടും ഇന്നും കോടതിയിൽ വരുമ്പോൾ ഈ ചെയ്തതിലൊന്നും പശ്ചാത്താപമില്ല എന്ന് രാഹുൽ ഈശ്വർ വീണ്ടും പറയുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. കോടതി ഇതെല്ലാം കൂടി മുഖവിലക്കെടുത്തുകൊണ്ടുകൂടി ആയിരിക്കണം പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ രാഹുലിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾക്ക് ചെവി കൊടുക്കാതിരുന്നത് അങ്ങനെ കൂടി കണക്കാക്കണമോ? പോലീസ് ഈ കേസന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ, രാഹുലിനെതിരായ ആരോപണം അതിൽ പൂർത്തിയാക്കണമെങ്കിൽ ചില രേഖകൾ കൂടി കണ്ടെടുക്കേണ്ടതുണ്ട്, തെളിവ് ശേഖരണം കൂടി വേണ്ടിവരും എന്ന ആവശ്യം നേരത്തെ തന്നെ കോടതിയിൽ ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ അത് അന്ന് കസ്റ്റഡിയായി മാറിയില്ല. രാഹുലിന്റെ അഭിഭാഷകൻ രാഹുൽ ഇതിനെ ചോദ്യം ചെയ്തത് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ശേഖരിക്കാൻ കഴിയുന്ന രേഖകളാണ്. അതിന് കസ്റ്റഡിയിൽ പോകേണ്ട ആവശ്യമില്ല എന്നവർ വാദിച്ചിരുന്നു. ഇന്നും ഇതേ വാദം കോടതി ഉന്നയിച്ചെങ്കിൽ കൂടിയും ആ വാദം കോടതി അംഗീകരിച്ചില്ല. അതാണ് കസ്റ്റഡിയിൽ വിടുന്നതിന് കാരണം. ഇന്ന് അതിനപ്പുറം രാഹുൽ ഈശ്വർ കോടതിയിലെടുത്ത നിലപാടുകൾ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ രാഹുലിന്റെ വാദങ്ങൾ കോടതി പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ കസ്റ്റഡിയിൽ വിട്ടതിലൂടെ തെളിയുന്നത്. TG സജിത്ത് വിവരങ്ങൾ നൽകിയത്. നാളെ രാവിലെ 11 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായിട്ടുള്ളത്. നാളെ രാഹുൽ ജാമ്യത്തിൽ ഇറക്കുമോ എന്നുകൂടി കണ്ടിരിക്കുന്നു. ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ വിടരുത് എന്നുള്ള രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകരുടെ വാദം കോടതി ചെവികൊണ്ടില്ല. പ്രോസിക്യൂഷൻ പറഞ്ഞതനുസരിച്ച്, ആവശ്യപ്പെട്ടതനുസരിച്ച് കൂടിയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കൂടുതൽ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇനി വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, കഴിഞ്ഞ തവണത്തേതിന് സമാനമായ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ കൊച്ചി കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 62.54% കോർപ്പറേഷനിലെ പോളിംഗ്.
ഭരണം നിലനിർത്തുമെന്ന് LDF-ഉം തിരിച്ചുപിടിക്കുമെന്ന് UDF-ഉം അവകാശപ്പെടുമ്പോൾ നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം അത് സംബന്ധിയായ കാര്യങ്ങളിലുള്ള ചില ആശങ്കകൾ മുന്നണിക്കുണ്ട്. പ്രത്യേകിച്ച് ജില്ലയിൽ തന്നെ ഒരു ചെറിയ ഇടിവ് പോളിംഗിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 3% ഒരു കുറവ് വരുമ്പോൾ ഇത് ആരുടെ വോട്ട് എന്നെല്ലാം തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാലും വലിയ കുറവ് വന്നിട്ടില്ല എന്നത് ഒരു ആശ്വാസകരം തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ നേടിയ ഒരു വിജയത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് മുന്നണികളുടെ ഒരു ആത്മവിശ്വാസമായി പറയുന്നത്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ശതമാനം തന്നെയാണ് 62% തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, ഇത് സംസ്ഥാന തലത്തിൽ തന്നെ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ പ്രാദേശിക തലത്തിലും ഉന്നയിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള വിവാദങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു ആത്മവിശ്വാസം UDF പുലർത്തുന്നുണ്ട്. കാരണം ഇത്തരം വിവാദങ്ങൾക്കൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ പലതും തങ്ങളുടേതാണ് എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF സംസാരിക്കുന്നത്. പക്ഷേ റിബൽ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ, റിബൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ പറയുന്നത്. എന്നാൽ വികസന പദ്ധതികൾ തന്നെയാണ് ഇടത് മുന്നണി, അത് അവരുടെ വോട്ട് നേടിയിട്ടുണ്ട്. അത് ഇടത് മുന്നണിക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് എല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ. നടപ്പാക്കിയ വികസന പദ്ധതികൾക്ക് തന്നെയാണ് ജനം വോട്ട് ചെയ്തിട്ടുണ്ടാകുക. മികച്ചൊരു അന്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ട്. അത് തന്നെ കൊച്ചി കോർപ്പറേഷനിലും നടപ്പാക്കിയ വികസന പദ്ധതികൾ പലതുമുണ്ട്. അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു സ്ഥിതി ഉണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയാണ് കൊച്ചിയിൽ നടന്നത്. അത് ഉറപ്പാണ്. ഞാനല്ലെന്നൊന്നും പറയില്ല. ആ സ്ഥലത്ത് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡിസിസീവ് മെജോറിറ്റി ഒരു വനിതാ മേയർക്ക് ഉണ്ടാകുമെന്നാണ്. NDA ക്യാമ്പ് മികച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് അപ്പുറത്തേക്ക് ഇത്തവണ പോകാൻ കഴിയുമെന്ന് പറയുന്നു. റിബൽ പ്രശ്നങ്ങൾ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയും. 15 വരെ സീറ്റുകൾ തങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം 2020 വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നു. 76 സീറ്റുകളിൽ പകുതിയിലധികം സീറ്റുകളിലും 2020 മത്സരിക്കുന്നു. 2020 ആരുടെ വോട്ടുകൾ നേടിയിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഈ പോളിംഗ് ശതമാനം ഉയരാത്ത ഒരു സാഹചര്യത്തിൽ ആരുടെ വോട്ടുകൾ നേടിയിട്ടുണ്ടാകുമെന്നതാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നത്. അവർ നേടുന്ന വോട്ട് ഷെയർ തന്നെയായിരിക്കും തീർച്ചയായും മുന്നണികളുടെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസും UDF-ഉം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തി. സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് തെക്കൻ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡ് UDF-ന് അനുകൂലമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പോളിംഗ് ശതമാനത്തിൽ ആശങ്കയില്ല. UDF കേന്ദ്രങ്ങളിൽ പോളിംഗ് കൂടി. മലബാറിലും സമാന സ്ഥിതിയാകുമെന്നും തങ്ങൾ പ്രതികരിച്ചു. തെക്കൻ കേരളത്തിൽ ഇന്നലെ നല്ല അത്യാവശ്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെ നടന്നു. UDF കേന്ദ്രങ്ങളിലെല്ലാം നല്ല ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് മലബാറിലും അത് ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഞാനും മറ്റ് നേതാക്കളൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് ഒരു നല്ല പ്രതികരണമാണ് അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടിയത്. ഇതേ ഒരു ട്രെൻഡ് തന്നെ ആയിരിക്കും മലബാറിലും. ഇപ്പോൾ നാളെ 11-ാം തീയതി നമ്മുടെ ഭാഗങ്ങളിലാണ്. അവിടെയും നല്ലൊരു പ്രതികരണം ഉണ്ടാവും. ഞങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കിഴക്കമ്പലത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് 2020 ചെയർമാൻ സാബു എം ജേക്കബ്. 2020-ക്കെതിരെ ഒന്നിച്ചത് 25 പാർട്ടികളുടെ സഖ്യമാണ്. LDF-ഉം UDF-ഉം സംയുക്തമായാണ് മത്സരിച്ചത്. ശ്രീനിജൻ MLA-യുടെ നേതൃത്വത്തിലാണ് ഈ സഖ്യം പ്രവർത്തിച്ചതെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു. 2020 ഇല്ലാതാക്കലായിരുന്നു ഇരു മുന്നണികളുടെയും ലക്ഷ്യമെന്നും സാബു എം ജേക്കബ് പറഞ്ഞു.
ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാന ശത്രു കമ്മ്യൂണിസ്റ്റുകാരോ BJP ആയിരുന്നില്ല. അതുപോലെ തന്നെ CPMന്റെയും പ്രധാന ശത്രു കോൺഗ്രസോ BJP ആയിരുന്നില്ല. ഈ രണ്ട് കൂട്ടരും ഒന്നിച്ചു ചേർന്ന് മറ്റ് പാർട്ടികളെയും കൂട്ടി 25 പാർട്ടികളുടെ ഒരു സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ 2020യോട് നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് 2020യെ ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർ കണ്ടത്. അപ്പോൾ ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ഈ 150 പാസുകൾ തന്നെ ഇവർ മുക്കിക്കളഞ്ഞത്. സാബു എം ജേക്കബിന് മറുപടിയുമായി PV ശ്രീനിജൻ MLA രംഗത്തെത്തി. തോൽക്കുമെന്ന തിരിച്ചറിവ് വന്നതോടെ സാബു എം ജേക്കബ് വലിയ ആശങ്കയിലാണ്. നുണകളുടെ രാജകുമാരനാണ് സാബു. താൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കട്ടെ. സാബു എം ജേക്കബ് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയതാണെന്നും ശ്രീനിജൻ പറഞ്ഞു. സാബു ജേക്കബ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ സാബു ജേക്കബ് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കുന്നത്തുനാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളിലും വലിയ അതിർത്തി 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയിനോട് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. സാബു ജേക്കബ് ശരിക്കും ഒരു കിങ് ലെയർ എന്ന് തന്നെ പറയാം, ഒരു നുണകളുടെ വലിയ രാജകുമാരൻ. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അന്വേഷിക്കട്ടെ. അതായിരിക്കും ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും മുൻകൂർ ജാമ്യം. ബലാത്സംഗ കേസിൽ രണ്ടാം പരാതിക്കാരി കൊടുത്ത മൊഴിയിലും രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു വാദമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. നേരിട്ട് തന്നെ പരാതിക്കാരിയെ അന്വേഷണ സംഘം കണ്ട് രേഖപ്പെടുത്തിയ മൊഴിയായിരുന്നു. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നിലപാടെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഈ നിമിഷത്തിൽ വരുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നാളെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ട സമയത്ത് മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതായിട്ടുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും രാഹുൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്, ഉഭയസമ്മതപ്രകാരമാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വാദങ്ങൾ ഏത് തരത്തിലാണോ ആദ്യ പരാതിയിൽ രാഹുലിന്റെ ഭാഗത്തുനിന്ന് നിയമവാദങ്ങൾ ഉന്നയിച്ചത് അതുപോലെ തന്നെയുള്ള വാദങ്ങൾ തന്നെയായിരുന്നു രാഹുൽ ഇത്തവണയും കോടതിയിൽ എത്തിച്ചത്. പക്ഷേ അതിനുശേഷം കൂടിയാണ് രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘം സമർപ്പിച്ചത്. TG സജിത്ത് ചേരുന്നു. സജിത്ത്, പരാതിക്കാരിയുടെ മൊഴിയടക്കമുള്ള തെളിവുകൾ രാഹുലിന്റെ വാദത്തിനു ശേഷം കോടതിയിൽ സമർപ്പിച്ചു. വളരെ വലിയൊരു കുരുക്കിലേക്ക് രാഹുൽ കടന്നേക്കും. മുൻകൂർ ജാമ്യ ഹർജി തള്ളാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തി. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കർശന ഉപാധികളോടെ എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏത് തരത്തിലാണ് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് രാഹുൽ? അപർണ സൂചിപ്പിച്ചതുപോലെ രാഹുലിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കോടതി തീരുമാനമുണ്ടാവുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി പരിഗണിച്ചു, അത് അംഗീകരിച്ചു. കർശന ഉപാധികൾ, അതായത് അന്വേഷണവുമായി പൂർണ്ണ സഹകരിക്കണം എന്ന നിബന്ധനയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റു കൂടുതൽ നിബന്ധനയുടെ വിശദാംശങ്ങൾ കൂടി വരേണ്ടതുണ്ട്. പക്ഷേ രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഇന്ന് പ്രോസിക്യൂഷന്റെ നീക്കം. പെൺകുട്ടിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, തടഞ്ഞുവയ്ക്കുക, അതിക്രമിച്ചു കയറുക എന്നീ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടായത്. പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ കൃത്യമായ സമയത്ത് കോടതിയിൽ ഹാജരാവുക അടക്കമുള്ള വ്യവസ്ഥകൾ കൂടി കോടതി ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ഒളിവിൽ ഉള്ള രാഹുൽ ആണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്.
രാഹുലിന്റെ ഈ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസം നൽകുന്നതാണ്. ആദ്യ കേസിൽ കോടതിയുടെ മുൻകാർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീർപ്പായിട്ടില്ലെങ്കിൽ, ഹൈക്കോടതിയിൽ അന്തിമ തീർപ്പായിട്ടില്ലെങ്കിൽ കൂടിയും നിലവിൽ ജാമ്യത്തിൽ തന്നെയാണ്, ജാമ്യത്തിന്റെ പരിഗണനയിൽ തന്നെയാണ് രാഹുൽ ഉള്ളത്. ഇത് രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ മൊഴി, ഒപ്പം തന്നെ പെൺകുട്ടി നൽകിയ ചില തെളിവുകളടക്കം ഇന്ന് കോടതിയിൽ കൊണ്ടുവന്നിരുന്നു. പുതിയ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ നീക്കം. എന്തായാലും ഇത് രാഹുലിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. സജിത്ത്, ഏതായാലും നാളെ വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് നീങ്ങുക, പോലീസ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുക, ഇത്തരം ചില ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നേക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട മൊഴി കൂടിയാണ് പരാതിക്കാരി നൽകിയതെന്നുള്ള സൂചനകളെല്ലാം പുറത്തു വന്നതാണ്. അതിൽ കൃത്യമായ ബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്, ആ രീതിയിലുള്ള ബലപ്രയോഗമാണ് നടന്നിരിക്കുന്നത് എന്ന് ഉള്ള മൊഴികൾ കൊടുക്കുമ്പോഴും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഇത്തവണ മുൻകൂർ ജാമ്യം ഹർജി തള്ളുമെന്ന്? രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി, അതിൽ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു പ്രോസിക്യൂഷൻ. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയേക്കുമെന്നുള്ള ചില വിലയിരുത്തലുകൾ ഇതിന് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കാരണം നാളെ വോട്ടെടുപ്പ്, രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അതല്ലെങ്കിൽ അറസ്റ്റിലേക്ക് ഏത് തരത്തിലാണ് പോലീസിന്റെ നീക്കം എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. സജിത്ത്, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഈ തരത്തിലുള്ള കൂടുതൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വെക്കുമ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയേക്കും കോടതി എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരുന്നില്ലേ? വലിയ ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യ കേസിനെ അപേക്ഷിച്ച് ഈ കേസിന് അല്പം കൂടി ശക്തമായ ചില എവിഡൻസുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷന്റെ ആത്മവിശ്വാസം. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് കർശനമായ നിബന്ധനകൾ, അന്വേഷണവുമായി പൂർണ്ണ സഹകരിക്കണമെന്ന നിബന്ധനകളടക്കം കോടതി മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ രാഹുലിന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതുതന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇപ്പോൾ ഒളിവിലുള്ള രാഹുലിന് ഈ കോടതി നിർദ്ദേശപ്രകാരം ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരേണ്ടി വരും എന്ന സാഹചര്യം കൂടിയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും എന്നതുകൂടിയാണ് ഈ കോടതി വിധി ശരിവെക്കുന്ന ഒരു കാര്യം കൂടി. അപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിൽ കൂടിയും, ജാമ്യാപേക്ഷ അംഗീകരിക്കപ്പെടുന്നു എങ്കിൽ കൂടിയും ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുലിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച ഒരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ മുന്നോട്ട് പോയത്. കാരണം രണ്ടാമത്തെ ഈ കേസിൽ യുവതിയുടെ മൊഴി, 23 വയസ്സുകാരി, കേരളത്തിന് പുറത്തുള്ള യുവതി, അവരുടെ മൊഴിയിൽ ഗുരുതരമായ ആരോപണമാണ് രാഹുലിനെതിരെ ഉന്നയിച്ചിരുന്നത്. തന്നെ ബലാത്സംഗം ചെയ്തു, ക്രൂരമായി ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം ചെയ്തുള്ള ബലാത്സംഗമാണ്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ, മൊഴിക്ക് പുറമെയുള്ള ചില തെളിവുകളൊക്കെ അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ എത്തിച്ചിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായി കോടതി അംഗീകരിച്ചില്ല എന്നത് വേണം ഈ ജാമ്യാപേക്ഷ അനുവദിച്ചതിലൂടെയുള്ള കോടതിയുടെ നീക്കത്തിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കേണ്ടി വരും, ചോദ്യം ചെയ്യലിന് വിധേയനാവേണ്ടി വരും. ഇതാണ് അന്വേഷണത്തിന്റെ തുടർ നീക്കങ്ങളിൽ പ്രസക്തമാകുന്ന കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ രാഹുലിനെ ചോദ്യം ചെയ്തടക്കമുള്ള, മൊഴിയെടുപ്പടക്കമുള്ള തുടർ നീക്കങ്ങൾ എന്തായാലും ഉണ്ടാവും. അതായത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം തന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുന്ന സാഹചര്യം ഉണ്ടായേക്കും. സജിത്ത്, അത് തന്നെ, അത് ആരെയാണ് കൂടുതൽ പ്രതിരോധത്തിലാക്കുക തെരഞ്ഞെടുപ്പ്, ഈ വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ എന്നുള്ള ഒരു ചോദ്യം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എഴുതി തള്ളിയതാണ്. എന്തുകൊണ്ട് പിണറായിയുടെ പോലീസിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇപ്പോൾ രാഹുൽ പുറത്തിറങ്ങുമ്പോൾ അതേത് തരത്തിലായിരിക്കും കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം ഉണ്ടാകുക? തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിന്റെ ഈ അവസാന മണിക്കൂറുകളിലേക്ക് രാഹുൽ എത്തുകയാണെങ്കിൽ
സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും? ഇതൊരു അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു ആശയക്കുഴപ്പം, പ്രതികരണത്തിൽ ആശയക്കുഴപ്പം നേതാക്കന്മാരിൽ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി ആണോ രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ കടക്കുക? അപർണ, ഈ സംസ്ഥാനം കടന്നു പോകുന്ന പശ്ചാത്തലം, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അതുതന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു ഘട്ടത്തിലാണെങ്കിൽ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾക്കും അത്തരം നീക്കങ്ങൾക്കുമൊക്കെ സാധ്യതയും സാഹചര്യവും സാവകാശവും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസും UDF നേതാക്കളും വളരെ കരുതലാവും പ്രതികരിക്കുക. അതായത് ഇപ്പോൾ ജാമ്യാപേക്ഷ അനുവദിച്ചെങ്കിലും ഒരു തരത്തിലുള്ള ആഹ്ലാദ പ്രകടനമോ അനുകൂല പ്രസ്താവനകൾക്കോ ഒന്നും ഒരു തരത്തിലുള്ള സാധ്യതയില്ലാത്ത നിലപാടായിരിക്കും സ്വീകരിക്കുക. കാരണം രാഹുലിനെ തങ്ങൾ തള്ളിക്കഴിഞ്ഞതാണ്. രാഹുൽ പാർട്ടി അംഗമല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താവേണ്ടതാണ്, ആക്കിയതാണ്. MLA സ്ഥാനം തന്നെ രാജിവെക്കണം എന്ന നിലപാട് നേതാക്കൾ എടുത്തതാണ്. അതുകൊണ്ട് രാഹുലിന് അനുകൂലമോ പ്രതികൂലവുമായി വരുന്ന ഒരു കോടതി നീക്കത്തോടും ഒരു തരത്തിലുള്ള പ്രതികരണവും പാടില്ല എന്ന നിർദ്ദേശം നേതാക്കൾക്കിടയിൽ പൊതുവിലുണ്ട്. പക്ഷേ ചോദ്യം സ്വാഭാവികമായി ഉയരുമ്പോൾ ഏതെങ്കിലും നേതാക്കൾ അനുകൂലമായ പ്രതികരണങ്ങളൊക്കെ നടത്തുമോ എന്നതും പ്രസക്തമായ കാര്യമാണ്. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പാണ് വടക്കൻ കേരളത്തിൽ, 2ാം ഘട്ടത്തിൽ. സ്വാഭാവികമായും ഈ വാർത്ത ചർച്ചയാവാതിരിക്കാനുള്ള ജാഗ്രതയായിരിക്കും കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും പൊതുവിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. അതുകൊണ്ട് ആ ജാഗ്രത എടുത്തു തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ പ്രോസിക്യൂഷന് മുന്നിൽ ഒരു സാധ്യതയുണ്ട്. അതായത് ജാമ്യം നൽകരുത് എന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടെങ്കിലും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് രാഹുലിന് വരേണ്ടി വരും. അങ്ങനെ വന്നാൽ അതുണ്ടാക്കുന്ന കാഴ്ചകളും രാഷ്ട്രീയ നീക്കങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ദിവസം പ്രസക്തി ഏറെയാണ് താനും. സ്വാഭാവികമായും ഇനി ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും. അത് കോടതിയുടെ കർശനമായ നിബന്ധന നിർദ്ദേശം അങ്ങനെ ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്നും നാളെയുമായുള്ള ആ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുലിന് ഹാജരാവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ചോദ്യം ചെയ്യലുണ്ടാവും, തുടർ നീക്കങ്ങൾ ഉണ്ടാവും. അത് അന്വേഷണ സംഘത്തിന്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അറസ്റ്റിന് മാത്രമായിരിക്കും തടസ്സമുണ്ടാവുക. അപ്പോൾ നമുക്ക് നാളെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാഴ്ചകൾ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യത തീർച്ചയായും തള്ളിക്കളയാനാവില്ല. അത് രാഷ്ട്രീയമായി കോൺഗ്രസിന് UDF-ന് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നത് കണ്ടറിയേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ ജാഗ്രതയോടെ നിൽക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. അതായത് സജിത്ത് ഈ പറഞ്ഞു വരുന്ന പോലെ അങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, രാഹുൽ ഒളിവ് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇതാരാണ് ഒളിവിലിരിക്കാൻ സഹായിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ രണ്ടു ഭാഗത്തു നിന്നും, ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒപ്പം അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പരസ്പരം പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനാകും ശ്രമിക്കുക. ആരാണ് കൂടെ ഉണ്ടാകുക? കൂടെ ഉണ്ടാകുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കം ഒരുപക്ഷെ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടും. ഈ വോട്ടെടുപ്പിന്റെ 2ാം ഘട്ടം നടക്കുമ്പോൾ രാഹുൽ MLA ആയിട്ടുള്ള പാലക്കാട് ജില്ലയിലടക്കം വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ പുറത്തേക്ക് വരുന്നത്, ഒളിവ് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, ഒരു തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളും വേണ്ട എന്നതടക്കമുള്ള ഒരു നിർദ്ദേശങ്ങളിലേക്കൊക്കെ കോൺഗ്രസ് കടക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ജാഗ്രത ആ തരത്തിലാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നേതാക്കൾ ചിലപ്പോൾ ഒറ്റതിരിഞ്ഞുള്ള പ്രസ്താവനകൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. മറ്റൊരു കാര്യം കൂടി, നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് രാഹുലിന്റെ വോട്ട് പാലക്കാട് തന്നെയാണ്. സ്വാഭാവികമായും അറസ്റ്റിലല്ലാത്ത ഒളിവ് ജീവിതം അവസാനിപ്പിച്ച രാഹുലിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയും അവസരവുമുണ്ട്. അങ്ങനെ ഒരു കാഴ്ച കൂടി ഉണ്ടാകുമോ എന്ന പ്രസക്തമായ ഒരു കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. നാളത്തെ ഒരു പകൽ ഒരു പക്ഷേ രാഹുലിന്റെ ആദ്യം ചെയ്യേണ്ടി വരിക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക എന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ അത് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീണ്ടുപോകും. സ്വാഭാവികമാണ്, രാഹുലിന് പുറത്തു വരുമ്പോൾ ചോദ്യമുണ്ടാവും, ആരാണ് സംരക്ഷിച്ചതെന്ന ചോദ്യം. അവിടെ കോൺഗ്രസ് നേതാക്കളാണെന്ന രാഷ്ട്രീയ ആക്ഷേപം നിലവിൽ CPM അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. കർണാടകയിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയോ താൻ രാഹുൽ ഒളിവിൽ കഴിയുന്നു എന്നതാണ് രാഷ്ട്രീയപരമായി ഉയരുന്ന ആക്ഷേപം. അതിന് നേതാക്കൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ കൂടി ഒരുപക്ഷെ രാഹുലിനോട് ആ ചോദ്യമുണ്ടാവും. അതിന് രാഹുലിന് മറുപടി പറയേണ്ടി വരും സ്വാഭാവികമായും മാധ്യമ ചോദ്യങ്ങളോട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഒളിവ് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നതാണ് ഇന്നത്തെ കോടതി തീരുമാനത്തിന്റെ അവസാനം. അതിന്റെ ക്ലൈമാക്സ് അത് തന്നെയാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഉണ്ടാവാൻ പോകുന്നത്. ജാമ്യം കിട്ടിയിരിക്കുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ രാഹുലിന് ഒളിവ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും, പുറത്തേക്ക് വരേണ്ടി വരുമെന്ന സാഹചര്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം ആ ചോദ്യം ചെയ്യലും തുടർ നീക്കങ്ങളും തീർച്ചയായിട്ടും സജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചോളം പരിപൂർണമായിട്ട് തള്ളിക്കളയുമ്പോഴും കോൺഗ്രസിന്റെ ലേബലിൽ മത്സരിച്ച MLA ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഡാമേജ് അത് ഒഴിവായി കിട്ടുന്നുണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ എന്നുള്ള കാര്യം കൃത്യമാണ്. പക്ഷേ ഈ രണ്ടാമത്തെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതിക്കാരി നേരിട്ട് പരാതി കൊടുക്കുമോ, അതിന് തയ്യാറാകുമോ എന്ന എല്ലാ ചോദ്യങ്ങൾക്കെല്ലാം മറികടന്ന് ഈ പരാതിക്കാരി വരിക, മൊഴി നൽകുക, കേരളത്തിലെത്തുക, വൈദ്യപരിശോധന നടത്തുക, ഇതിനെല്ലാം കഴിഞ്ഞ് ഹോം
സ്റ്റേയിലടക്കം പോയി കൃത്യമായ തെളിവുകളുമായിട്ടാണ് പോലീസ് കോടതിയിൽ എത്തുക എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. ആ തരത്തിലുള്ള തെളിവുകൾ വരെ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായോ? അങ്ങനെയാണെങ്കിൽ ഈ തെളിവുകളും പര്യാപ്തമല്ലാതെ വന്നു എന്നുള്ളൊരു കാര്യം വരുമോ? അത് ഏത് തരത്തിലായിരിക്കും പ്രോസിക്യൂഷന്റെ നിലപാടും ഒരുപക്ഷെ മറുഭാഗത്തുനിന്ന് വിമർശന വിധേയമാക്കപ്പെടുക എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. രാഹുലിനെതിരെ ഉയർന്ന രണ്ടാമത്തെ ആരോപണമാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. ഇതിൽ 23 വയസ്സുകാരിയായ പെൺകുട്ടി, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ അടക്കം കൊണ്ടുപോയി പീഡിപ്പിച്ചു, ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിന് ശേഷവും വീണ്ടും പലവട്ടം തന്നെ സമീപിച്ചു, തനിക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി, മാനസികമായും ശാരീരികമായും വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. ഇതൊക്കെയാണ് പെൺകുട്ടിയുടെ പരാതി. ഇത് മൊഴിയായും ചില തെളിവുകളായും കോടതിയുടെ പരിഗണനയിലുണ്ട്. ചില കാര്യങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാർ AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രാഥമികഘട്ട തെളിവ് ശേഖരണം പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ് പ്രോസിക്യൂഷൻ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഹാജരാവേണ്ടി വരുമ്പോൾ ഈ കേസിന്റെ അന്വേഷണവും തുടർ നീക്കങ്ങളും സ്വാഭാവികമായും ഉണ്ടാവും. അതൊരു പക്ഷേ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലായും മാറുകയും ചെയ്യും. രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുമ്പോൾ അപർണ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആദ്യ പരാതി നിലനിൽക്കുകയാണ്. ആദ്യ പരാതിയുടെ അന്വേഷണത്തിന് കൂടി രാഹുലിന് വിധേയനാവേണ്ടി വരും. ആദ്യ പരാതിയിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചു. രാഹുൽ ഹൈക്കോടതിയിൽ പോയപ്പോൾ അതിൽ തീരുമാനം പറഞ്ഞില്ലെങ്കിൽ കൂടിയും നോട്ട് ടു അറസ്റ്റ് എന്ന പരിഗണനയിൽ നിലവിൽ നിൽക്കുകയാണ്. അന്തിമ തീർപ്പിൽ കൽപ്പിക്കാൻ ഇനിയും ഇരിക്കുകയാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. അപ്പോൾ രാഹുൽ പുറത്തു വന്നാൽ ആദ്യ കേസിലും അന്വേഷണം നേരിടേണ്ടി വരും. അന്വേഷണ സംഘത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ തുടർ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പുറത്തേക്ക് വരുന്ന രാഹുലിന് 2 കേസുകൾ നേരിടേണ്ടി വരും. 2 വിഷയത്തിലും അന്വേഷണം നേരിടേണ്ടി വരും. 2ലും അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തേണ്ടി വരുമെന്ന കാര്യം കൂടിയുണ്ട്. നിലവിൽ ഒളിവിൽ കഴിയുന്ന രാഹുലിന് ഈ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളി അതാണ്. ഒരു വശത്ത് ഈ നിയമവിഷയങ്ങൾ, മറുവശത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. സംസ്ഥാനം നാളെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനാവുന്നു എന്ന പ്രധാനപ്പെട്ട കാഴ്ചകൾ നാളത്തെ പകൽ ദിനം ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടായാൽ അത് തീർച്ചയായും രാഷ്ട്രീയ നഷ്ടവും ക്ഷീണവും കോൺഗ്രസിനും UDF-നും ഉണ്ടാകും. അതിന്റെ പരിക്ക് പരമാവധി കുറയ്ക്കാനുള്ള ജാഗ്രത കാട്ടലായിരിക്കും നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുക. സജിത്ത്, അതോടൊപ്പം തന്നെ രാഹുൽ പുറത്തേക്ക് വരുമ്പോൾ ഈ മാധ്യമങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണിക്കൂറിൽ രാഹുൽ പുറത്തേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളത്തിലും കർണാടകത്തിലുമൊക്കെ അരിച്ച് പെറുക്കിയിട്ടും പോലീസിനെ കണ്ടെത്താൻ കഴിയാതിരുന്ന രാഹുൽ, ഒളിവിൽ പോകാൻ സഹായിച്ച 4ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എവിടെയായിരുന്നു രാഹുൽ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി രാഹുൽ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകും. അതൊരു പക്ഷേ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങൾക്കുമൊക്കെ വഴിവെക്കുകയും ചെയ്യും. അങ്ങനെയും കണക്കാക്കേണ്ട ഇനിയുള്ള മണിക്കൂറുകൾ. തീർച്ചയായും അതൊരു ആക്ഷേപമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യത്തെ കേസിൽ നിയമസഹായം നൽകിയതിൽ സംസ്ഥാനത്തെ ചില കോൺഗ്രസ് നേതാക്കളുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസിലെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ള സഹായം ഇക്കാര്യത്തിൽ കിട്ടി, അഭിഭാഷകനെ നിയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കിട്ടിയെന്ന ആക്ഷേപം കൂടി തുടക്കം മുതൽ ഉയർന്നതാണ്. അങ്ങനെയെങ്കിൽ രാഹുലിന് സഹായം ചെയ്തത് ആരൊക്കെയാണ്, കോൺഗ്രസിനുള്ളിലുള്ള ആരൊക്കെയാണ്, അത് കോൺഗ്രസ് നേതാക്കളാണെന്ന് തന്നെ തെളിഞ്ഞാൽ കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരുമെന്ന സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് എവിടെയാണ്? കേരളത്തിനകത്ത് തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞതെങ്കിൽ അതിൽ പാർട്ടിയുടെ സഹായം ഉണ്ടായോ? അവിടെ പോലീസിന് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം കൂടി വരും. അതല്ല, കേരളത്തിന് പുറത്താണ്, കർണാടകയിലാണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ആരാണ്, എങ്ങനെയാണ് സഹായം കിട്ടിയത് എന്ന ചോദ്യം കൂടി സ്വാഭാവികമായും ഉയർന്നു വരും. ആ ചോദ്യങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും. രാഹുൽ ഒരു പക്ഷേ ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ, അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ചോദ്യങ്ങളോട് മറുപടി പറയേണ്ടി വരും. മാധ്യമങ്ങളോടൊപ്പം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് രാഹുലിന്റെ നിലപാടും ശ്രദ്ധേയമാവും. എന്തായാലും നാളത്തെ ഒരു പകൽ ദിനം രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയാൽ ഉയരുന്ന ചോദ്യവും രാഷ്ട്രീയ പ്രതിസന്ധിയും തീർച്ചയായും ഉയരും. രാഹുൽ ഒരുപക്ഷെ ഒളിവിൽ അറസ്റ്റ്
ഒളിവിൽ കഴിയുന്നിടത്തു നിന്നും അറസ്റ്റ് നേരിടേണ്ടി വരുന്നതിന് സമാനമായ സാഹചര്യം തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുമ്പോഴും ഉണ്ടാവാൻ സാധിക്കും. തീർച്ചയായിട്ടും സജിത്ത് വിവരങ്ങൾ നൽകിയത്. ഉറ്റുനോക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമ്പോൾ എവിടെയായിരുന്നു ഇത്ര ദിവസം, എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഉയരുന്ന കാര്യമാണ്. രാഹുലിനെ പരിപൂർണമായിട്ട് കോൺഗ്രസ് പാർട്ടി തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യം. ഷാഫി പറമ്പിലടക്കമുള്ളവരും പരസ്യ പ്രസ്താവന കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന സമയത്ത് രാഹുൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമോ, അത് മറ്റൊരു ബോംബായി മാറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്തും രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ വിടാനാണ് കോടതി തീരുമാനിക്കുന്നത്. മറ്റൊരു വാർത്ത, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായുള്ള സർക്കാരിന്റെ അനുനയ നീക്കം പാളി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അനുനയ ചർച്ചയ്ക്കായി മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ലോക്ഭവനിലെത്തിയെങ്കിലും താൻ നിശ്ചയിച്ചവർ യോഗ്യരെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി എത്താത്തത് എന്തുകൊണ്ടാണെന്നും ഗവർണർ മന്ത്രിമാരോട് ചോദിച്ചു. സംസ്ഥാനവും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ VCമാരെ നേരിട്ട് നിർദ്ദേശിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ചർച്ച തുടരുമെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു സമവായം നിങ്ങൾ എത്തുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഈ കാര്യം ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെതായ സമയമാണ്. മുഖ്യമന്ത്രി ഞങ്ങൾ 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. 2 മന്ത്രിമാർ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും. ഇപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. അതിപ്പോൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതല്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടുകൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. അതിൽ സുപ്രീം കോടതി വിധിയിൽ പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം ഉള്ളത് മുഖ്യമന്ത്രിക്കാണ്. എന്നാൽ സുപ്രീം കോടതി വിധിയിൽ മുഖ്യമന്ത്രിക്ക് ആ പാനലിൽ തന്നെ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രിക്ക് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ചാൻസലർക്ക് മുഖ്യമന്ത്രി നൽകിയ അതിൽ ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതാണിപ്പോൾ കോടതിയുടെ മുൻപിലുള്ളത്. കോടതി ആ സമയത്ത് വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചാൻസലറും സംസാരിച്ചിരിക്കുന്നു. ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സമവായത്തിലെത്താൻ കഴിയുമോ എന്നതാണ് ശ്രദ്ധിക്കുമ്പോൾ. നാളെയാണ് കോടതി വരുന്നത്. കേന്ദ്ര ഫണ്ട് തടയുന്ന നടപടിക്കെതിരെ ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിഷേധ സമരം. തീയതി ഉടൻ തീരുമാനിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സമരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ 440 കോടി രൂപയും ബാക്കി SSK ഫണ്ടും തടഞ്ഞതായി മന്ത്രി പ്രതികരിച്ചു. ഫണ്ട് തടയുന്നതിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള BJP മന്ത്രിമാരും രാജീവ് ചന്ദ്രശേഖറുമാണെന്നും ശിവൻകുട്ടി ആരോപിച്ചു. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിനോട് കടുത്ത ഒരു നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും തടഞ്ഞു വയ്ക്കാൻ കഴിയാത്ത ഫണ്ട് പോലും തടഞ്ഞു വച്ചിരിക്കുകയാണ്. 440 കോടി രൂപ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി ഒരു പ്രതിഷേധ സമരം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. തീയതി പിന്നാലെ നിശ്ചയിക്കും. കേന്ദ്ര ഫണ്ട് തടയുന്ന നടപടിക്കെതിരെ ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിഷേധ സമരം. രാഷ്ട്രീയ നാടകമെന്ന് BJP നേതാവ് VV രാജേഷ്. BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും രാജേഷ് പറഞ്ഞു. ഇവിടെ കൃത്യമായിട്ട് കണക്കുകൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ PMശ്രീയുടെ തന്നെ എത്ര വർഷം മുമ്പ് പദ്ധതി സാധാരണക്കാരായ ജനങ്ങൾക്കും കുട്ടികൾക്കും ഉപയോഗം ചെയ്യേണ്ടതാണ്. ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക്, സാധാരണക്കാരായ കുട്ടികൾക്ക് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഗുണം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവരുടെ മൂപ്പിളമ തർക്കവും അതോടൊപ്പം തന്നെ CPI മീശ വിറപ്പിച്ചുമൊക്കെ കണ്ടിട്ട് തടയപ്പെടുന്നത്. അപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് പല കേന്ദ്ര പദ്ധതികളും കേരളത്തിൽ തടയുന്നതിന് കാരണം. അപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതുകൊണ്ട് ഒരു ദേശീയ കേന്ദ്ര ഗവൺമെന്റിനുള്ള ഒരു വികാരം വോട്ടാക്കി മാറ്റുക എന്നുള്ള തീർത്ഥം CPMന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ പ്രസ്താവനകളൊക്കെ തന്നെ. അതിന് ജനം മുഖവിലേക്കെടുക്കില്ല. മലയാറ്റൂരിൽ കാണാതായ 19-കാരിയുടേത് കൊലപാതകമെന്ന് സ്ഥിരീകരണം. ആൺ സുഹൃത്ത് അലൻ അറസ്റ്റിലായി. പ്രതി കുറ്റം സംബന്ധിച്ചു സംശയം മൂലമുള്ള തർക്കമാണ് കൊലപാതകം.
മലക്കം മറിഞ്ഞെങ്കിലും ദിലീപിന് നീതി ലഭിച്ചുവെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രസ്താവന ചർച്ചയാക്കി CPM. കോൺഗ്രസിന്റെ നിലപാടാണ് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമായതെന്ന് മന്ത്രി P. രാജീവ് വിമർശിച്ചു. സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ ആശങ്കയിലാണ് ഒരാൾക്ക് തന്നെ പല രീതിയിൽ പറയേണ്ടി വരുന്നതെന്ന്. അല്ല, അവർ തന്നെയല്ല അത് നേരത്തെ വലിയ കാര്യമായിട്ട് എടുത്തത്. അത് അവർ തന്നെയാണല്ലോ. ഇപ്പം എന്താ മാറ്റി പറയുന്നത്? ഇപ്പം അവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പം വളരെ പ്രകടമായില്ല. എന്തെല്ലാം കാര്യങ്ങൾ നിൽക്കുന്നു, ഓരോ കേസിനകത്തും കാണുന്നുണ്ട്. പലതരം കെട്ടിപ്പൊക്കിയിട്ടുള്ള നുണപ്രചാര വേലകൾ ഇന്നലെ ഇപ്പോൾ ലാലിൻ്റെയൊക്കെ പ്രതികരണത്തിലും നടത്തിക്കൊണ്ടിരുന്ന പ്രചാരവേലകളും തുറന്നു കാട്ടപ്പെട്ടു. അപ്പം അത്തരം സന്ദർഭത്തിൽ ഇന്ന് സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പൊതുവെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് പലരും പല രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ചിലർ പല രീതിയിൽ ഒരാൾ തന്നെ പറയുന്നു. യഥാർത്ഥത്തിൽ അവരുടെ നിലപാടാണ് ഇന്നലെ UDF കൺവീനറുടെ പ്രസ്താവനയിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. കൊല്ലം കാപ്പിൽ കടപ്പുറത്ത് എത്തിപ്പെട്ട തിമിംഗലത്തെ തിരികെ കടലിലേക്ക് അയച്ചു. നാട്ടുകാരും വിനോദസഞ്ചാരികളും ഫയർഫോഴ്സും ചേർന്നാണ് തിമിംഗലത്തെ കടലിലേക്ക് തിരിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൂറ്റൻ തിമിംഗലം എത്തിയത്. ഏറെ നേരം പണിപ്പെട്ടാണ് തിമിംഗലത്തെ കടലിലേക്ക് തിരികെ എത്തിയത്. മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ത്രിദിന ബൂട്ട് ക്യാമ്പിന് തുടക്കമായി. കോളേജിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗവും ആലിബായ് സൈബർ ഫോറൻസിക്കും ചേർന്ന് സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൈബർ ഫോറൻസിക് രംഗത്ത് ഡിജിറ്റൽ തെളിവുകളുടെ സമാഹരണവും വിശകലനവും സൈബർ ഫോറൻസിക് ടൂളുകൾ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുമാണ് ക്യാമ്പ്. ആലിബായ് ഗ്ലോബലിലെ സൈബർ ഫോറൻസിക് ടെക്നിക്കൽ ഡയറക്ടർ VK ഭദ്രൻ, ഓപ്പറേഷൻ ഡയറക്ടർ ഡോക്ടർ SP സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ഇനി നോക്കാം സ്വർണ്ണമെടുപ്പ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,945 രൂപ, പവന് 95,560 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,880 രൂപയും പവന് 79,040 രൂപയും. വെള്ളി ഗ്രാമിന് 197 രൂപ, കിലോയ്ക്ക് 1,97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം കാണാം.